അങ്ങനെ ഞങ്ങൾ പെട്ടി എല്ലാം റെഡിയാക്കി വണ്ടിയിലോട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് വരാം. ഇവിടെ പോവാ ഉറക്കത്തിൻ്റെ അടുത്ത് എണീറ്റിരിക്കട്ടെ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ പാക്കിങ്ങിലാണ്. തിരിച്ച് ഗൾഫിലോട്ട് പോവല്ല, ഞങ്ങൾ ചെറിയൊരു ട്രാവൽ പോകുന്നു കേട്ടോ. കാശ്മീർ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ആഗ്രഹമായിരുന്നു കാശ്മീർ. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും ഫുള്ള് തെറ്റി പോകുന്നു. മർജിയുടെ മോനും സൗസനുമായിരുന്നു പോകാൻ പ്ലാൻ ചെയ്ത് കേട്ടോ. സൗസൻ ആണെങ്കിൽ അവരുടെ കസിൻ്റെ കല്യാണമുണ്ട്. അപ്പം ഡേറ്റ് 24-നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 22-നാണ് പോകുന്നത്. അപ്പോഴാണെങ്കിൽ അതുകൊണ്ട് സൗസൻ വരാൻ പറ്റില്ല. അപ്പോൾ സൗസൻ ക്യാൻസലായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത്രയും ബ്രദറും ഉണ്ട്. ബ്രദർ വരുന്നില്ലെന്ന് ആദ്യം പറഞ്ഞാണ്. ബ്രദർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഫാത്തിമ ഡെലിവറി കഴിഞ്ഞിടക്കല്ലേ. അപ്പം എനിക്കാണെങ്കിൽ ബ്രദറിനെയും കൂടെ കൊണ്ടുപോയില്ലെങ്കിലുണ്ടല്ലോ ഒരു മിസ്സിങ് ആണ്. അപ്പോൾ അവനെയും കൂടെ വേണം. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് പോകാനും പറഞ്ഞു. അങ്ങനെ അവനെയും നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോവാം. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്യുവാണ്. രാത്രി 1 മണിയാകുമ്പോഴത്തേനും 2 മണിക്ക് നമ്മൾ ബസ്സിൽ നെടുമ്പാശ്ശേരിയിൽ പോകും കേട്ടോ. അപ്പം മർജി 1:30 മണിയാകുമ്പോഴത്തേനും 2 മണിക്കാണ് നമുക്ക് ബസ്സുള്ളത്. അപ്പോൾ 1:30 മണിയാകുമ്പോൾ മർജി കരുനാപ്പള്ളി സ്റ്റാൻഡിൽ വരും കേട്ടോ. ഞാൻ എൻ്റെ പാക്കിങ് ഒക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പം നമുക്ക് വേഗം പാക്ക് ചെയ്യാം കേട്ടോ. കാശ്മീർ ഒരു 5-6 ദിവസമുണ്ട് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഡൽഹിയുണ്ട്. ഡൽഹി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാക്കിങ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. അങ്ങനെ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. എവിടെ പോയാലും നമുക്ക് ഈ പാക്കിങ് തന്നെയാണല്ലോ. ഗൾഫിൽ നിന്ന് വരുമ്പോഴും പോകുമ്പോഴും ടൂറ് പോകുമ്പോഴും എല്ലാം പാക്കിങ്. അതുകൊണ്ട് ഇതിപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തെല്ലാം എടുത്ത് വെക്കണമെന്ന് അപ്പം കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ ഇതിപ്പോൾ ഒരു 4-5 ദിവസം ഉണ്ട് നമ്മൾ കാശ്മീർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 5-6 ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കണം, തണുപ്പിൻ്റെ എല്ലാം. പിന്നെ വേസ്റ്റും സോപ്പും ബ്രഷും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പർച്ചേസ് പർച്ചേസ് ഒന്ന് ഇത് പറഞ്ഞ മുഴുവൻ എനിക്ക് തെറ്റി പോകുന്നു കേട്ടോ. ശരി, പാക്കിങ് കുറച്ച് എൻ്റെ അബ്ദുള്ളയുടെ എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെഫി ഇനി ഒരു ഫൈനൽ ടച്ചപ്പിന് വരും. അതാണ് ഈ കാണുന്നത്. വേണ്ട എവിടെ പോവും അബ്ദുള്ള? കാശ്മീർ പോകണം. ഹാപ്പിയാണോ? അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് 1:30 മണിയാകുമ്പോൾ ഇറങ്ങണം. 2 മണിയൊക്കെ ആകുമ്പോഴാണ് ബസ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ എത്ര മണിയായി? 11 മണിയായി. 10:45 അപ്പോൾ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ ഉറക്കം തോന്നും കേട്ടോ. ഇല്ലേ ശരി? ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എൻ്റെ പോവാറാകുമ്പോഴത്തേന് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാമേ. അങ്ങനെ ഞങ്ങൾ പെട്ടി എല്ലാം റെഡിയാക്കി വണ്ടിയിലോട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് വരാം. ഇവിടെ പോവാ ഉറക്കത്തിൻ്റെ അടുത്ത് എണീറ്റിരിക്കട്ടെ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി എൻ്റെ. അപ്പോൾ 1 മണിയായി. 1:30 മണിയായി കേട്ടോ. മർജി ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞങ്ങൾ വണ്ടിയിലോട്ട് പോട്ടെ. രാധർഷ എവിടെ പോവാടാ? ഷെഫി എവിടെ പോവാണേ? ഷെഫി എവിടെ പോയി? ഷെഫിയെല്ലാം ഫുള്ള് ബിസിയായിട്ട് പോട്ടെ. ഗേറ്റ് അടക്കണ്ട, തുറന്നു കിടന്നോട്ടെ. ഉമ്മ ഇരിക്കണ്ട, അകത്ത് കയറിയിരുന്നു. മാങ്ങൾ പോട്ട് വരട്ടെ. വന്നിട്ട് അടച്ചോളൂ. അപ്പൊ പട്ടി കയറുമല്ലേ കേട്ടോ. തുറന്നാ മതി വന്നിട്ട്. ഗ്ലാസ് കുമ്മായ കണ്ടില്ല. പോട്ടെ പോട്ടെന്നാ. അസ്സലാമു അലൈക്കും. പോട്ടെ പോട്ടെ. അങ്ങനെ നെടുമ്പാശ്ശേരിയാണ് എയർപോർട്ട് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ ഒരു 2 മണിക്ക് നമ്മൾ ബസ്സിൻ്റെ ടൈം നോക്കിയിട്ട് 2 മണിക്കാണെങ്കിൽ കോഴിക്കോട് ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബസ്സിന് പോകാൻ വേണ്ടിയാണ് നമ്മൾ 1 മണിക്ക് 1:30 മണിക്ക് മർജിയോട് ബസ് സ്റ്റാൻഡിൽ വരാൻ പറഞ്ഞിട്ട്. മർജിയാണെങ്കിൽ 1 മണിയായപ്പോഴേ വന്നു. അങ്ങനെ നമ്മൾ 2 മണിയായപ്പോൾ നമ്മുടെ 2 മണിക്ക് 2:45 നമ്മുടെ ബസ് വന്നു കേട്ടോ. അങ്ങനെ അതിലിരുന്ന് കുറച്ച് ഉറങ്ങി. അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് എത്തി. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോയിലാണ് നമ്മൾ
അവിടെ നമ്മൾ പിന്നെ ഒരു എയർപോർട്ടിൽ ഓട്ടോയിലാണ് നമ്മൾ പിന്നെ എയർപോർട്ടിലോട്ട് പോയത് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് പിന്നെ ലഗേജ് എല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ആരും ഉറങ്ങിയില്ല, കാരണം രാത്രിയിൽ ഇറങ്ങിയതല്ലേ, എല്ലാവരും ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ ഉറങ്ങാമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുവാണ്. അങ്ങനെ നമ്മൾ രാത്രിയിൽ ഇറങ്ങിയോണ്ട് പിന്നെ ഫുഡൊന്നും നമ്മളങ്ങനെ കഴിക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മർജി ആണെങ്കിൽ അവളുടെ ഉമ്മ ആണെങ്കിൽ പിന്നെ ഈ ഇല കൊണ്ടുണ്ടാക്കുന്ന ഒരപ്പം ഉണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ പേര് ഞാനങ്ങ് മറന്നു പോയിട്ട്, വൈനിയിലയുടെ അപ്പം, അങ്ങനെ അത് അവളുടെ ഉമ്മ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അപ്പം ഞാനും ഷെഫിയും ഞങ്ങളെല്ലാവരും പിന്നെ ആ ഒരു വെയിറ്റ് ചെയ്യുന്നിടത്തിരുന്ന് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പിന്നെ ഫ്ലൈറ്റിലോട്ട് കയറേണ്ട ടൈമായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. ഫ്ലൈറ്റിലോട്ട് പോയ ടൈമിലാണെങ്കിൽ ഉണ്ണിമുകുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഞാനും ഷെഫിയും അപ്പൂസും കൂടെ എടുത്തായിരുന്നത്. പിന്നെ അബ്ദുള്ളയാണ് മർജിയ എടുത്താണിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഹൈദരാബാദ് എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ കണക്റ്റഡ് ആണ്, അവിടുന്നാണ് നമ്മൾ പിന്നെ ജമ്മുവിലോട്ടുള്ള ഫ്ലൈറ്റിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി, പിന്നെ ജമ്മുവിൽ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ ജമ്മുവിൽ എത്തി കേട്ടോ. അങ്ങനെ അവിടെ എത്തി നമ്മുടെ ഒരു അജ്മാൻ ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽസാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ നേരെ കാശ്മീർ വന്നു കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ആരും ഫ്ലൈറ്റിലും അങ്ങനെയൊന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെ നമ്മൾ നേരെ കാശ്മീരി ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡാലും പിന്നെ കുൽച്ചയും അതുപോലെ ബട്ടർ നാനും ഒക്കെ ആയിരുന്നു നമ്മുടെ ഫുഡ് കേട്ടോ. മട്ടൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ നമുക്കാണെങ്കിൽ നമ്മളോട് പിന്നെ ഗൈഡ് പറഞ്ഞ് പിന്നെ 2 ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആ ഗാർഡനും കൂടി കണ്ടിട്ട് നിങ്ങൾ റൂമിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് അന്നത്തെ ഫസ്റ്റ് ദിവസം നമുക്ക് വേറെ ഒന്നുമില്ല പ്രോഗ്രാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ കണ്ടിട്ട് വേണം പോകാനും. അങ്ങനെ അവിടെ ചെന്നപ്പം വലിയൊരു ഗാർഡനാണ് കേട്ടോ. അവിടെ ഫുള്ളും എല്ലായിടത്തും ആപ്പിൾ മരങ്ങളും ആപ്പിളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ പിന്നെ അതെല്ലാം പോയി ഗാർഡനെല്ലാം കണ്ട് അവിടെ നിന്ന് കുറച്ച് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെ നമ്മൾ റൂമിലേക്ക് വരുവാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. അങ്ങനെ ഹോട്ടലിൽ വന്നു. അങ്ങനെ 2 റൂമാണ് നമുക്ക്, ഞാനും മർജിയും മോനും ഒരിടത്ത്, പിന്നെ ആങ്ങളെയും ഷെഫിയെല്ലാം വേറെ റൂമിലാണ് കേട്ടോ. അങ്ങനെ നമ്മളെ റൂമെല്ലാം അവർ കറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ താഴെ കുറച്ച് നേരം ഇരിക്കുവാണ്. അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ റൂമിലോട്ട് പോയി. അവിടെ നിന്ന് പിന്നെ നമ്മളൊന്ന് ഫ്രഷായി. പിന്നെ നമ്മൾ ഡിന്നർ അവർ നമുക്ക് ചപ്പാത്തിയും കറിയൊക്കെ ആയിരുന്നു റെഡി ആക്കിയത് കേട്ടോ. പിന്നെ നമ്മുടെ റൂം ഇതാണ് നമ്മുടെ റൂം. അപ്പം എല്ലാവരും ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ താഴെ പോയി ഡിന്നറൊക്കെ കഴിച്ച്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ കാശ്മീർ കേട്ടോ. അപ്പം ബാക്കി ഞാൻ വലിയ വ്ലോഗായിട്ട് ഇടുന്നില്ല, ചെറിയ ചെറിയ ഷോട്ടിൽ നിങ്ങൾക്ക് കാശ്മീരിലെ വിശേഷങ്ങളൊക്കെ കാണാം. കാരണം വലിയ വ്ലോഗ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമല്ല നമ്മൾ രാവിലെ ഇവിടുന്ന് ഗൈഡ് വന്ന് നമ്മളങ്ങ് പോകും, പിന്നെ രാത്രിയിലേ വരത്തുള്ളൂ. അപ്പം പിന്നെ ആ ഒരു ടൈമില്ല നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ. നെറ്റ്വർക്കും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഷോട്ടിൽ കാശ്മീരിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അൽഹംദുലില്ലാ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. കാശ്മീരൊക്കെ ആകുമ്പം അറിയാമല്ലോ അവർ കഴിക്കുന്ന ഫുഡൊക്കെയാണ്. അപ്പം പിന്നെ മട്ടനാണ് മോസ്റ്റ്ലി ഇവിടെ ഉള്ളത് കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ മട്ടൻ കഴിക്കത്തില്ല, കൂടുതലും വെജിറ്റബിൾ കറിയാണ് കഴിച്ചത്, ചപ്പാത്തിയൊക്കെ. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ കാശ്മീരിലെ ഫസ്റ്റ് ദിവസത്തെ വിശേഷങ്ങൾ. ബാക്കി പിന്നാലെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.